എല്ലാ വാഹനങ്ങളും 50,000 കിലോമീറ്റർ താഴെ മാത്രം ഓടി വണ്ടികൾ 19 താറാണ്. 19 താറ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളി ആൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആയാലും മൊത്തത്തിലായാലും ഇത് ഓഫ് റോഡ് ബമ്പറാണ്. പിന്നെ ലൈറ്റ് കാര്യങ്ങള് അതെ അതെ ഫ്രാങ്ക്ലറിന്റെ ഷേപ്പാക്കി മാറ്റി. ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അതും നല്ല അടിപൊളി കളറും മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വണ്ടി? ഇത് 2022 അതെ 2022 വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ZXi പ്ലസിൽ ഡുവൽ ടോൺ ഏറ്റവും ഫുൾ 2024 രജിസ്ട്രേഷൻ ഫ്രോങ്സ് അടക്കം ഗ്രാൻഡ് വിറ്റാര, വെന്യൂ, കിയ സോണറ്റ്, സെൽറ്റോസ്, ക്രെറ്റ, ഏറ്റവും വലിയൊരു ഐറ്റം സേഫ്റ്റിയിൽ നമ്പർ 1 വോൾവോ, അതുവരെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവസാനം വരെ കണ്ടോളി. നേരെ വീഡിയോയിലേക്ക്. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ ഒരു വെറൈറ്റി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി അടാറ് എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുന്ന എല്ലാ വാഹനങ്ങളും 50,000 കിലോമീറ്റർ താഴെ മാത്രം ഓടിയ വണ്ടികളാണ്. അതുമാത്രമല്ല ഏകദേശം 90% വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ്, നോ റീപ്ലേസ്മെന്റ്, നോ ആക്സിഡന്റ്. അതും ഷോറൂമിൽ നിന്ന് എടുക്കുന്നതിലും വലിയൊരു വിലക്കുറവിൽ നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡിൻ്റെ വണ്ടികളും, മാരുതി ആയിക്കോട്ടെ, ടയോട്ട ആയിക്കോട്ടെ, എല്ലാ ബ്രാൻഡിൻ്റെ വണ്ടികളും നമ്മൾ അടിപൊളി റേറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ അവസാനം വരെ കണ്ടോളൂ. പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർ ഈ വീഡിയോ മിസ് ചെയ്യരുത്, നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. നേരെ ഓരോ വാഹനങ്ങളായിട്ടാണ് പരിചയപ്പെടാം. അപ്പൊ റബീ ബ്രോ, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖാണല്ലേ? ഓക്കെ, നമ്മുടെ ഈ ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ ആദ്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നമുക്ക് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കോയിച്ചിന എന്ന് പറഞ്ഞ ഭാഗത്താണ്. കോട്ടക്കൽ ഭാഗത്തു നിന്ന് കോഴിക്കോട് പോകുമ്പോൾ കോയിച്ചിന എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, പിന്നെ അത് മാത്രല്ല നമുക്ക് അറിയേണ്ടത് ഈ ഷോറൂമിന്റെ പ്രത്യേകത എന്താണ് മറ്റ് ഷോറൂമുകളെ അപേക്ഷിച്ച്? നമ്മളെ ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മള് മെയിൻ ആയിട്ട് ലോ കിലോമീറ്റർ, നോൺ ആക്സിഡന്റ് വണ്ടികൾ. അത് നമ്മുടെ പ്രേക്ഷകർ വന്നിട്ട് ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് ടോട്ടൽ ലോസ് ആണ്, ഫ്ലഡ് ആണ്, അങ്ങനെ 100% അവർക്ക് ഏത് സർവീസ് സെന്ററിലാണോ ഓതറൈസ്ഡ് സർവീസ് സെന്റർ കൊണ്ടുപോയിട്ട് 100% അവർക്ക് ചെക്ക് ചെയ്യാൻ ഗ്യാരണ്ടി നമ്മൾ തരൂല്ലേ? ഞാൻ ഈ ഷോറൂമിൽ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല വേറെ കാര്യം പറയാനുള്ളത്, വെറും 10,000 കിലോമീറ്റർ മാത്രം ഗ്രാൻഡ് വിറ്റാര അല്ലേ? ഓക്കെ, പിന്നെ അത് ഒരുപാട് എല്ലാ വാഹനങ്ങളും ഏകദേശം ലോ കിലോമീറ്റർ ആണോ? 50% വണ്ടികളും 10,000 കിലോമീറ്ററിന്റെ ലെവലിൽ കിലോമീറ്റർ ഓടിയ വണ്ടികളാണല്ലേ? അതും 2023 ഗ്രാൻഡ് വിറ്റാര ഫുള്ളി ഹൈബ്രിഡ് വണ്ടി. ഇതുപോലത്തെ 1 അല്ല 2 അല്ല 3 അല്ല ഒരുപാട് വാഹനങ്ങൾ ഇവിടെ അല്ല പുറത്തുണ്ട്. അതൊക്കെ നമ്മൾ കാണിക്കും. മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, കാരണം വീഡിയോ ലെങ്ത് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വണ്ടികൾ കാണിക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വാഹനങ്ങൾ വേണമെങ്കിലും ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള മോഡൽ കൂടെ ജീപ്പ് കോമ്പസ് പരിചയപ്പെടാം. ഇത് എത്രയാണ് മോഡൽ? ഇത് 2020-21 രജിസ്ട്രേഷൻ. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 33,000 കിലോമീറ്റർ. സർവീസ് ഹിസ്റ്ററി. എന്തെങ്കിലും മെക്കാനിക് പരമായിട്ട് ഇഷ്യൂസ് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. മോഡൽ കൂടിയ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയറൊക്കെ ഒരു 60-70%, 60% ടയറും കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗുഡ് കണ്ടീഷൻ വാഹനമാണ്. ഇതിന്റെ വേരിയന്റും അതുപോലെ തന്നെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഏതായിരുന്നു? ഇത് എറ്റിക്കും ഫുള്ള് ഡുവൽ ടോണില് ലിമിറ്റഡ് പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് 4x4. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പ് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരും അല്ലേ? സീറ്റ് വെന്റിലേഷൻ ഇതില് വരുന്നില്ല. എയർ വെന്റിലേഷൻ, അതുപോലെ തന്നെ സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ് തുടങ്ങിയ പെനോറമിക് സൺറൂഫ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഇത് ഒരു 15 എക്സ്പെക്ട് ചെയ്യാം. ഒരു 15 വരെ നമുക്ക് ഡീസലാണ്. 15 നമുക്ക് മാക്സിമം എക്സ്പെക്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഇതിന്റെ ആ പ്രൈസ് കൂടി പുതിയതിന് എത്ര വരുന്നുണ്ട്? ഇപ്പൊ ഇതിന് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? ഇത് പുതിയത് ഓൺ റോഡ് ഇപ്പോ 34 സംതിങ് വരുന്നുണ്ട്. നമുക്കൊരു 10 ലക്ഷം റുപ്യ കുറച്ചിട്ട് നമുക്ക് കൊടുക്കാം. 10 ലക്ഷത്തിലും കൂടുതൽ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. എത്ര കൊടുക്കാം? ഒരു 21 ലക്ഷം റുപ്യ കൊടുക്കാം. 21 ലക്ഷം റുപ്യ കൊടുക്കാം. അത് ലോൺ ചെയ്യാൻ പറ്റുമോ? അത് ഫുള്ള് ലോൺ. അപ്പൊ 1 രൂപ പോലും മുടക്കാതെ ഈ ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡൽ കൂടിയ ജീപ്പ് കോമ്പസ് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഈ വീഡിയോയിലെ ഏറ്റവും ഹൈലൈറ്റ് വാഹനം തന്നെ പരിചയപ്പെടാം. മൈലേജ് പെർഫോമൻസ് കാര്യങ്ങൾ ഒക്കെ ഉള്ള മെയിൻ്റെനൻസ് കുറഞ്ഞ 28 കിലോമീറ്റർ റെക്കോർഡുള്ള വണ്ടി അല്ലേ? ഓക്കെ, ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് വരുന്നത് നമുക്ക് 2023 ലാസ്റ്റ് ആണ്. 23 ലാസ്റ്റ് വരുന്നുണ്ട്. സ്ട്രോങ് ഹൈബ്രിഡ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ്. കിലോമീറ്ററോ?
വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടു. 11,000 കിലോമീറ്റർ. അത് ജെനുവിൻ ഹിസ്റ്ററി അവൈലബിൾ ആണ്. പിന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല, ഒരു ക്ലെയിമോ സീറോ ക്ലെയിമോ ഇല്ല. ഏറ്റവും ടോപ്പ് എൻഡ് 360 ക്യാമറ, ബട്ടൺ സ്റ്റാർട്ട് സിസ്റ്റം, എയർ ബാഗ്, സൺറൂഫ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന മാരുതിന്റെ മൈലേജ്, ഒരു മാരുതിന്റെ പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന മെയിൻ്റെനൻസ് പറഞ്ഞ വണ്ടി അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. ടയർ അപ്പോൾ 11,000 കിലോമീറ്റർ, അതും ഡയമണ്ട് അലോയ് വീൽസ് അടക്കം വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പക്കാ പ്രീമിയം ഇന്റീരിയർ ആണ്, നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ എത്രയാണ് ആസ്ക് ചെയ്യുന്നത് ഈ ഒരു പുത്തൻ വണ്ടിക്ക്? ഇത് നമുക്ക് പുതിയ വണ്ടിക്ക് 24 ലക്ഷം രൂപയാണ് വരുന്നത്, ഓൺ റോഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വണ്ടിക്ക് എത്ര കുറച്ചു? ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 21,400 കൊടുക്കാം. 21,400 നമുക്ക് കൊടുക്കാം. ഓക്കെ, അതും ലോണ് ഫുള്ള് കയറാൻ ചാൻസ് ഉണ്ടോ? നല്ല കസ്റ്റമർ ആണ്, നല്ല പിന്നെ പ്രൊഫൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ ഓക്കെ ഓക്കെ, നല്ല ട്രാക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ ലഭിക്കും. അടുത്തായിട്ട് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ക്വാളിറ്റി ഉള്ള ഒരു 5 സീറ്റർ SUV പരിചയപ്പെടാം അല്ലേ? ഓക്കെ, ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് വരുന്നത് 2012 മോഡല്. ഓക്കെ, 13 ജനുവരി രജിസ്ട്രേഷൻ. 12 ഡിസംബർ വണ്ടി, 13 ജനുവരി രജിസ്ട്രേഷൻ വരുന്നത്. ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിൽ കിടക്കുന്നത്. അതെ, 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,13,000 കിലോമീറ്റർ ഇപ്പൊ ലാസ്റ്റ് എല്ലാ സർവീസും കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി അതേപോലെ തന്നെ പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ്. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയറൊക്കെ മാക്സിമം ടയർ ഉണ്ട്. ബാക്കിൽ കുറച്ച് 60% ഉള്ളൂ. ഒരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്റീരിയർ തന്നെ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒന്ന് ഓടിയെന്ന് വിചാരിച്ചിട്ട് വണ്ടിക്ക് മെക്കാനിക് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിലവിലൊരു ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ എത്രയാണ് ഈ ഒരു മുതലിന് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 3,30,000 രൂപക്ക് കൊടുക്കാം. 3,30,000. ഇത് നമുക്ക് ലോൺ ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 3,70,000 വരെ നിലവിൽ ലോൺ ലഭിക്കും. അപ്പൊ ഇത് വണ്ടി എടുക്കുന്നവർക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ, ഈ വണ്ടി എടുക്കുന്നവർക്ക് അങ്ങോട്ട് കുറച്ച് പൈസ കിട്ടും, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 3 ആൾട്ടോകൾ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഓഫർ ആൾട്ടോ കാണിച്ചാണ്. ഇതില് നമുക്ക് 2022 ആണ് ഇത്. 22 മോഡല്. അതെ, വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022, 23 രണ്ടാം മാസം വണ്ടി. ഓക്കെ ഓക്കെ, പുത്തൻ വണ്ടി. ഓക്കെ, ഇത് പുതിയത് എടുക്കുന്നതിലും ബെനിഫിറ്റ് ഉണ്ട് ആൾക്കാർക്ക് ഈ വണ്ടി എടുക്കണോണ്ട്? പുതിയത് ഇപ്പൊ ഓൾറെഡി അൾട്ടോണ്ട് ഇറങ്ങുന്നില്ല, സ്റ്റോപ്പ് ആയിട്ട് ഇപ്പൊ കേട്ടനാണ് ഇറങ്ങുന്നത്. ഇത് നമുക്ക് പിന്നെ മാക്സിമം ഫൈനല് ഓഫർ പ്രൈസിൽ 3,85,000 രൂപ കൊടുക്കും. 3,85,000. 2022-23 വണ്ടിയാണ്, സിംഗിൾ ഓണർ, ഇപ്പൊ ഇറങ്ങുന്നില്ല. 10,000 കിലോമീറ്റർ ഉള്ളൂ. വെറും 10,000. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ, ഡോർ വൈസർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലോൺ കിട്ടുമോ? ഏകദേശം എത്ര കിട്ടും ലോൺ? ഇതിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 90% വിലയുടെ ഒരു 90% നിങ്ങൾക്ക് ലോൺ കിട്ടൂലേ? അതുപോലെ തന്നെ 2 ആൾട്ടോ വേറെ ഉണ്ട്. ഇതിന്റെ മൊത്തം ആൾട്ടോണൂർ നമ്മളൊരു 6 കൂടി ഉണ്ട്. ഇത് കൂടാതെ വേറെ ആൾട്ടോ 6 എണ്ണം വരെ അവൈലബിൾ ആണ്. ഏത് തരത്തിലുള്ള വണ്ടികളാണെങ്കിലും നമ്മൾ ഈ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ കറക്റ്റ് ഡീറ്റെയിൽ അയച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, നമ്മുടെ കസ്റ്റമർ നമ്മുടെ മലയാളി മീഡിയ പ്രേക്ഷകരെ പ്രത്യേകത ട്രീറ്റും ചെയ്യണം. പിന്നെ ഈ പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ല കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്കൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് വേറൊരു 3 വാഗണർ കാണുന്നുണ്ട്. ഇതാണ് വാഗണറിലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അല്ലേ? ഓക്കെ, അതും നല്ല അടിപൊളി കളറും മോഡലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വണ്ടി? ഇത് 2022 ആണ്. അതെ, 2022 വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ZXi പ്ലസിൽ ഡുവൽ ടോൺ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതുപോലെ തന്നെ നല്ല കിഡിലൻ ബ്ലാക്ക് കളർ കമ്പനി തന്നെ അലോയ് വരുന്നുണ്ട്. ടയർ ഇപ്പൊ വെറും 22,000 ഓടി ടയറിനല്ലേ കിടക്കുന്നുണ്ടാവുക? വെറും 20,000 കിലോമീറ്റർ ഓടി ടയർ. അതുപോലെ തന്നെ ഡുവൽ ടോൺ ആണ്. ഒരു സ്പെഷ്യൽ വാഗണറിൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അത്യാവശ്യം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? ഒന്നുമില്ല, നമ്മൾ ഓരോന്നിനും നമ്മൾ സ്പെഷ്യൽ പറയുന്നില്ല. എല്ലാത്തിന്റെയും നോ റീപ്ലേസ്മെന്റ് ആണല്ലോ. നോ റീപ്ലേസ്മെന്റ് വാഹനമല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് കവർ ചെയ്തിട്ടില്ല, എന്നാലും കമ്പനിന് ഒരു വേറെ ടൈപ്പ് സീറ്റ് കൊടുക്കും. സീറ്റ് കവർ ഡുവൽ ടോൺ ആയിട്ട് വരുന്നത്. അതുപോലെ ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാഹനത്തിന് എത്രയാണ് ആസ്ക് ചെയ്യുന്നത് നമ്മള്?
ഇത് നമ്മള് 6,60,000 രൂപ. 6,60,000. ഓക്കെ, ഫുൾ ലോൺ കയറ്റാൻ പറ്റുമോ? ഫുൾ ലോൺ മാക്സിമം നല്ല പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ 90% നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഗണർ മാത്രമല്ല 2 വേറെ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ വേറെ ഉണ്ടോ? പഴയ മോഡൽ കാര്യങ്ങളൊക്കെ അല്ലേ? സെയിം മോഡൽ തന്നെ 2 ഉണ്ട്. വേറെ ഉണ്ട് അല്ലേ? ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് എങ്ങനെ? അപ്പൊ ഏത് തരത്തിലുള്ള വണ്ടി വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ. അത് നമ്മൾ ലോ കിലോമീറ്റർ വണ്ടികൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഒരു ഹൈലൈറ്റ് വാഹനം പരിചയപ്പെട്ടാലോ? ഒരു നമുക്ക് 2019 താറാണ്. 19 താറ്. ഇത് ചെയ്തിരിക്കുന്നതിന്റെ ഇത് ഫുള്ളി ആൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആയാലും മൊത്തത്തിലായാലും ഇത് ഓഫ് റോഡ് ബമ്പറാണ്. പിന്നെ ലൈറ്റ് കാര്യങ്ങള് അതെ ഫ്രാങ്ക്ലറിന്റെ ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് കിലോമീറ്റർ എത്രയാണ്? ഇത് വെറും 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. സിംഗിൾ ആണ്. ടയർ എത്ര ഉണ്ട്? ടയറൊക്കെ 33,000 ഓടിയ ടയർ തന്നെയാണ്. ടയർ 2019 മോഡൽ അല്ലേ? ഓക്കെ, എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഈ ഒരു ഐറ്റത്തിന്, മോഡൽ കൂടി ഐറ്റത്തിന് ആസ്ക് ചെയ്യുന്നത്? ഈ വണ്ടിക്ക് എത്രയാണ് ചോദിക്കണത്? ഇത് നമുക്ക് പിന്നെ 9 ലക്ഷം രൂപ കൊടുക്കാം. 9 റുപ്യൻ്റെ കൊടുക്കാം. ലോൺ കിട്ടും ഇതിന്? 19 ആയതുകൊണ്ട് മാക്സിമം ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? വെറും 30,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലേ ഓഫ് റോഡൊക്കെ അടിക്കണവർക്ക് പറ്റിയ വണ്ടി. അത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. ലൈറ്റ് ആയാലും ടയർ ആയാലും കാര്യങ്ങളൊക്കെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബക്കറ്റ് സീറ്റ് ആണ് വരുന്നത്. കാണിച്ചിട്ടുണ്ട്, ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 2 പ്രസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇത് കാണിച്ചാലോ? ഇത് അർബൻ ക്രൂയിസ് ആണ്. സോറി, ലോഗോ മാത്രമേ വ്യത്യാസമുള്ളൂ, വണ്ടി സെയിം തന്നെയാണ്. ഇത് പെട്രോൾ അല്ലേ? ഡീറ്റെയിൽ 2022 പ്രീമിയം ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പ്രീമിയത്തിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഓണർഷിപ്പ് അതുപോലെ തന്നെ കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 20,000. ജെനുവിൻ ഹിസ്റ്ററി ഉള്ള വണ്ടി. ടയോട്ടന്റെ ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയോട്ട സർവീസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ടയർ 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, അതുപോലെ തന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. സൺറൂഫിന്റെ ഒരു കുറവുണ്ട്. അത് അവർ കൊടുത്തു. അത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ട്രാൻസ്മിഷൻ വരുന്നത് CVT. അപ്പൊ ലാഗിങ് കാര്യങ്ങളൊന്നും. എത്ര മൈലേജ് കിട്ടും ഇത്? മൈലേജ് ഒരു പിന്നെ നോർമൽ ഒരു 13-14 പ്രതീക്ഷ മതി. അതല്ല, അത് നല്ല റോഡും നല്ല ഡ്രൈവിംഗ് ആണെന്നുണ്ടെങ്കിൽ 16.8 ആ ലെവലിൽ മൈലേജ് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ മോഡലിന് എത്ര നമ്മൾ ആസ്ക് ചെയ്യണത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 10,90,000 ഓട്ടോമാറ്റിക് 10,90 കൊടുക്കാം. ഓക്കെ, ലോൺ കിട്ടുമോ? എത്ര ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇത് 90% ലോൺ കിട്ടും. 90% ലോൺ കിട്ടും. ഒരു 90% നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് അർബൻ ക്രൂസർ. ഓക്കെ, വേറെ ബ്രസീൽ ഒരുപാട് എൻക്വയറി ഡീസൽ വണ്ടിയാണ്. മൈലേജ് പെർഫോമൻസ് എല്ലാം ഉള്ള വണ്ടി. ഡീറ്റെയിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? നമുക്ക് 2018 മോഡലാണ്. 2018 ഏറ്റവും ഫുൾ ലോഡ് ZDI+, ഏറ്റവും ടോപ്പ് എൻഡ് ZDI+, എന്നിട്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, DR, ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽസ്, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അടക്കം വരുന്നത്. മാത്രമല്ല കറക്റ്റ് 10 to 10 ജെന്യൂൻ സർവീസ്. 10,000 സർവീസ് ഹിസ്റ്ററി അവൈലബിൾ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു വർക്കില്ല. ഓക്കെ, അപ്പൊ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 8,90,000 രൂപ. ലാസ്റ്റ് ആണോ? മാക്സിമം ചെയ്ത് കൊടുക്കാം. അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. മാക്സിമം ലോണും കിട്ടും. ലോണും കിട്ടുന്ന ഒരു വണ്ടിയാണ്. മൈലേജ് പെർഫോമൻസ് എല്ലാം തികഞ്ഞ ഒരു വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലൊക്കെ മെയിൻ്റെനൻസ് കോസ്റ്റും കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ സ്വിഫ്റ്റ് എത്ര മോഡല്? സ്വിഫ്റ്റ് നമുക്ക് വരുന്നത് 2022 ലാസ്റ്റ് ആണ്. 22 ലാസ്റ്റ് വണ്ടി. ഓണർഷിപ്പ് അതുപോലെ തന്നെ കിലോമീറ്റർ സിംഗിൾ ഓണർ. നിലവിൽ സിംഗിൾ ഓണർ. ആ കിലോമീറ്റർ 10,000 കിലോമീറ്റർ. VXI റീപ്ലേസ്മെന്റ് ആക്സിഡന്റ്. ഓക്കെ, ജെനുവിൻ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ലേ? ഷോറൂമിൽ എല്ലാ ഹിസ്റ്ററി അവൈലബിൾ. ഇപ്പൊ 10,000 ഓടിയ ടയർ അല്ലേ? ഓക്കെ, ഇന്റീരിയർ നമുക്ക് സീറ്റ് കവർ, പിന്നെ റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീൻ സെറ്റ് എല്ലാം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എത്രയാണ് ഈ ഒരു സ്വിഫ്റ്റിന് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കും. 7 ലക്ഷം രൂപ. ഒരു 6,95 ആയിക്കൂടെ ലാസ്റ്റ്? മലയാള മീഡിയം വരുന്ന കസ്റ്റമർക്ക് നമുക്ക് ഒരു 6,95 2022 മോഡല് സ്വിഫ്റ്റ് നമുക്ക് കൊടുക്കാം. അതും ഒരു 10,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റും ഇല്ല, പുത്തൻ വണ്ടി, ഷോറൂം വണ്ടി. ഓക്കെ, അതുപോലെ തന്നെ എത്തിയോസ് ഉണ്ട്, സ്വിഫ്റ്റ് വേറെ ഉണ്ട്, 2 എക്സ്പ്രസോ കാണുന്നുണ്ടല്ലേ? എക്സ്പ്രസോ ഉണ്ട്. എക്സ്പ്രസോ 2 ഇരട്ട കുട്ടികളാണ്.
2022 എക്സ്പ്രസ് വരുന്നത്. വെറും 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. കിലോമീറ്റർ കറക്റ്റ് ജെനുവിൻ ഹിസ്റ്ററി ഉള്ള 2022 ലാസ്റ്റ് വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടി സെയിം. ഓക്കെ, പിന്നെ റെഡ് കളറും. ഓക്കെ, ഇതൊക്കെ ഫാമിലി ചെറിയ ഫാമിലിക്കൊക്കെ നല്ല ലേഡീസിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ലേഡീസ് പർപ്പസ് മെയിൻ ആയിട്ട് നമുക്ക് പോകുന്നത് ലേഡീസ് ആണ് അധികം ഈ വാഹനം പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പൊ എത്രയാണ് ഈ വാഹനത്തിന്? ഇത് നമ്മള് 4,90,000 4,80,000 നമുക്ക് ഫൈനൽ ചെയ്യാം. 4,80,000 രൂപ ഫൈൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇന്റീരിയർ നോക്കി ഫുൾ ഓപ്ഷൻ ആണ്. ഇത് VXI പ്ലസ് ആണ്. VXI പ്ലസ് വരുന്നില്ലേ? ഓക്കെ, രണ്ടും സെയിം ആണ്. ഓക്കെ, മാക്സിമം ലോൺ കിട്ടൂലേ? മാക്സിമം ലോൺ അടിച്ചു കൊടുക്കാട്ടോ. ഈ സ്വിഫ്റ്റ് ഇപ്പൊ എത്ര ഓടി ഡീസൽ? ഇത് വെറും 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2017 മോഡലാണ്. മോഡൽ കൂടിയ സ്വിഫ്റ്റ്, അത് ഡീസൽ 68,000 ഓടിയ വണ്ടി. ഓക്കെ, എത്രയാണ് ചോദിക്കണേ? ഇത് നമുക്ക് 5,40,000 രൂപ കൊടുക്കും. 5,40,000 17 ഡീസൽ 60,000 കിലോമീറ്റർ ഓടിയ ജെനുവിൻ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഷോറൂമിനെ കൊണ്ട് ചെക്ക് ചെയ്യാം. അതാണ് ചോദിച്ചത്. നല്ല പ്രൈസും ആണ്, അതും ലോ കിലോമീറ്റർ ആണ്. അതാണ് സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി സെറ്റ് തന്നെ വരുന്നുണ്ട്. എയർ ബാഗ്, ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. AC ഒക്കെ പക്കാ കൂളിംഗ് അല്ലേ? ഓക്കെ, ഇനിയാണ് മക്കളെ യഥാർത്ഥ കളി. ഇപ്പൊ ചെറിയ കളി നമ്മൾ കളിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ വലിയ കളിക്കാണ് മാറാൻ പോകണം. ഇതാ നോക്കിക്കോളി, 2024 രജിസ്ട്രേഷൻ ഫ്രോങ്സ് അടക്കം ഗ്രാൻഡ് വിറ്റാര, വെന്യൂ, കിയ സോണറ്റ്, സെൽട്ടോസ്, ക്രെറ്റ, ഏറ്റവും വലിയൊരു ഐറ്റം സേഫ്റ്റിയിൽ നമ്പർ 1 വോൾവോ, അതുവരെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അവസാനം വരെ കണ്ടോളി. നേരെ നമുക്ക് ആ പറഞ്ഞ ഐറ്റം തന്നെ പരിചയപ്പെടാം. ഫ്രോങ്സ് അല്ലേ? 2024 രജിസ്ട്രേഷൻ വരുന്ന ഫ്രോങ്സ്. എത്ര മോഡൽ അല്ല കിലോമീറ്റർ? 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 14,000. അതുപോലെ തന്നെ ടയർ എത്ര ശതമാനം ഉണ്ട്? 14,000 ഓടിയ ടയർ. പിന്നെ അത് മാത്രല്ല ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് അല്ലേ? ഓക്കെ, ഷോറൂമിൽ ഇത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? 10,80 വരുന്നുണ്ട്. നമുക്ക് ഷോറൂമിൽ നിന്ന് എത്ര കുറച്ച് കൊടുക്കാം? നമുക്ക് ഇത് ലാസ്റ്റ് ഒരു 9,35 കൊടുക്കാം. 9,35 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോൺ 90% നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 90% ലോൺ. ഇതിന്റെ അലോയ് വീൽസ് ആയാലും എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വെറും 14,000 കിലോമീറ്ററോടെ 24 മോഡൽ പുതിയ വണ്ടി തന്നെ പറയാം. ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗ് കൺട്രോൾ, ക്ലൈമറ്റ് AC തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വീണ്ടും നമ്മൾ ആദ്യം ഒരു ഗ്രാൻഡ് വിറ്റാര കാണിച്ചു. ഇത് വേറൊരു വണ്ടിയാണ് കേട്ടോ. ഇത് ഡീറ്റെയിൽ അതിന് വരും. 2022 ലാസ്റ്റ് ആണ്. 22 ലാസ്റ്റ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 14,000 കിലോമീറ്റർ. ഓപ്ഷൻ? ഏറ്റവും ഫുള്ള് ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് സ്ട്രോങ് ഹൈബ്രിഡ്. ഓക്കെ, 360 ക്യാമറ, പനോരമിക് സൺറൂഫ്, ഡയമണ്ട് അലോയ് വീൽസ്, കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, സീറ്റ് കവർ, എല്ലാ ഫീച്ചേഴ്സും ടോപ്പ് എൻഡ് വരുന്നുണ്ട്. ഇതൊന്നും അല്ല ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ മൈലേജ് ആണ് 28 കിലോമീറ്റർ. കമ്പനി ഇതിന് മൈലേജ് പറയുന്നുണ്ട്. എന്തായാലും 25-24 കിട്ടൂലേ പെട്രോളില്? ഓക്കെ, അപ്പൊ എത്രയാണ് ഇതിന്റെ വിലയും കൂടെ പറഞ്ഞു? ഇത് നമുക്ക് 20.5 ലക്ഷം രൂപ. 20.5 ലക്ഷം രൂപ കുറച്ച് കൊടുത്തൂടെ? ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കും. മാക്സിമം ലോണും കൊടുക്കാം. ഇപ്പൊ ഹുണ്ടായിന്റെ വണ്ടി വേണമെങ്കിൽ അതും കൊടുക്കാല്ലേ നമുക്ക്. അതും വെന്യൂ സൺറൂഫ് വരുന്ന വേരിയന്റ്. ഇത് എത്ര മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2021 മോഡല് SX. ഓക്കെ, കിലോമീറ്റർ ഓണർഷിപ്പ് 21,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ ആണോ? അതെ, ഡീസൽ വേരിയന്റ്. അപ്പൊ ഏകദേശം ഒരു മൈലേജ് ഒരു 18-20 കിട്ടും. 18 ആ റേഞ്ച് മൈലേജ് കിട്ടൂലേ? ഓക്കെ, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗ് കൺട്രോൾ, ക്ലൈമറ്റ് AC, എയർ ബാഗ്, സൺറൂഫ് വരുന്ന വേരിയന്റ്. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ആസ്ക് ചെയ്യണത്? ഇത് നമുക്ക് 10,90,000 ആസ്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് 10,80 കൊടുക്കും. 10,80 ലാസ്റ്റ് കൊടുക്കും. ലോൺ കിട്ടുമോ? ലോണും കിട്ടും. മാക്സിമം ലോൺ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് കിയന്റെ സോണറ്റ് കൊടുക്കാം. കിയന്റെ സോണറ്റ് മാത്രമല്ല സെൽട്ടോസ് ഉണ്ട്. ബ്ലാക്ക് കളർ നല്ല അടിപൊളി ഡീസൽ സോണറ്റ് അല്ലേ? ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് വരുന്നത് നമുക്ക് 2023 മോഡലാണ് വരുന്നത്. ഓക്കെ, 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്കാ കമ്പനി വണ്ടി. 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, റിയർ വശത്തേക്ക് വരികയാണെങ്കിൽ ഡീഫോഗർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് LED കാര്യങ്ങളൊക്കെ വരും. ടയർ എത്ര ഉണ്ട്?
26,000 കിലോമീറ്റർ ഓടി തന്നെ ഒരു 90% ടയർ നിലവിൽ കിടപ്പുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും ആ കവർ പോലും അയച്ചിട്ടില്ല. എന്താ പറയാ, കമ്പനി വണ്ടി ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുമോ? ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, സൺറൂഫ് അടക്കം വരുന്നത്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഇത് നമുക്ക് ഡീസൽ മാനുവൽ ആണ് വരുന്നത്. വെന്യൂവിന്റെ സെയിം മൈലേജ് ആണോ? അതെ അതെ. ഓക്കെ, ഏകദേശം ഒരു 18-20 ഏകദേശം ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര ആസ്കി നമ്മൾ ലാസ്റ്റ്? ഇത് നമുക്കൊരു 13,400 കൊടുക്കാം. 13,400 ലക്ഷം റുപ്യ കിട്ടും. പുതിയ 13 റുപ്യ കൊടുത്തൂടെ? ലാസ്റ്റ് ഒരു 13-ന് ലാസ്റ്റ് നമുക്കൊരു 13. ലോൺ എത്ര കിട്ടും? ലോൺ ഇതിന്മേലൊരു 90% ലോൺ കയറും. 90% ലോൺ കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് സെൽട്ടോസ് പരിചയപ്പെടാം. ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് നമുക്ക് മോഡൽ വരുന്നത് 2020 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. അതെ. കിലോമീറ്റർ നമുക്ക് വെറും 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ HTK+ ആണ് വരുന്നത്. HTK+. ടയർ 4 അലോയ് വീൽ. എത്ര ശതമാനം ഉണ്ട് ടയർ? എല്ലാം ഒരു 85+ ഉണ്ട്. 85% മുകളിൽ. ഡീസൽ മാനുവൽ. സൺറൂഫ് വരില്ല, എന്നാലും ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്. കാരണം ഇന്ത്യൻ ഒക്കെ പിന്നെ ഒന്നും പറയണ്ട, കീന്റെ വണ്ടിയാണ്. ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും അത് വാല്യൂ ഫോർ മണി എന്ന് പറയാല്ലേ? തീർച്ചയായിട്ടും. എത്രയാണ് ആസ്കിന് മോഡലിന്? ഇത് നമുക്ക് ആസ്ക് ചെയ്യുന്നത് 13,400. നമുക്ക് 13 റുപ്യക്ക് നെറ്റ് ആയിട്ട് കൊടുക്കും. ലാസ്റ്റ് 13 ലക്ഷം രൂപ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി. ഓക്കെ, എത്ര ലോൺ കിട്ടും? 90% മാക്സിമം ലോൺ കിട്ടും. 13 ലോൺ കിട്ടും. 13 ലോൺ കിട്ടും അല്ലേ? ഓക്കെ, വെറും 10,400 ലക്ഷം രൂപ 2019 ക്രെറ്റ നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, മോഡൽ എത്ര കിലോമീറ്റർ ജെനുവിൻ ആണോ? കിലോമീറ്റർ സർവീസ് ആണ്. ഓക്കെ, 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഡീസൽ. അതാണ് ഞാൻ ജെനുവിൻ ആണോ ചോദിച്ചത്. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1.4 E+ൽ ഫുൾ ഓപ്ഷനിൽ കൺവേർട്ട് ചെയ്താണ്. ഏറ്റവും ടോപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് 4 അടിപൊളി അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 lakhന്റെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് 2 ലക്ഷം രൂപ എന്തായാലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തു അല്ലേ? ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒന്നും പറയല്ല, ഫുൾ ഓപ്ഷന്റെ സെയിം ഇന്റീരിയർ അല്ലേ? ഓക്കെ, എത്രയാണ് എക്സ്പെക്ട് ചെയ്യണേ നമ്മള്? ഇത് നമുക്ക് 10,400 ലക്ഷം രൂപ. 10,400 ലക്ഷം രൂപ. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് പാർട്ടി വരുമ്പോ കുറച്ച് കൊടുക്കാം. മാത്രല്ല ലോൺ കിട്ടും ഇതിന്. മാക്സിമം ലോൺ കിട്ടും. 90% ലോൺ കിട്ടും. 90% ലോൺ ലഭിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ വണ്ടികൾ, ഒരു ചെറിയ SUV-കളിൽ നിന്ന് അതിന്റെ ഒക്കെ ഒരു മൂത്താപ്പാനെ തന്നെ പരിചയപ്പെടാം അല്ലേ? വോൾവോ. ഇത് ഏതായിരുന്നു വേരിയന്റ്, ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2020 ആണ് മോഡൽ. ഓപ്ഷൻ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ D5 ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. വോൾവോന്റെ കാര്യത്തിൽ പിന്നെ ഒന്നും പറയാനില്ല, XC60 വരുന്ന വേരിയന്റ് ആണ്. പിന്നെ അത് മാത്രല്ല, ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിന്റെ അടുത്ത് വേറൊരു വണ്ടി എത്തൂല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വണ്ടി അല്ലേ? ഓക്കെ, കിലോമീറ്റർ വണ്ടി എത്ര ഓടി? 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണോ? എല്ലാം അവൈലബിൾ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഒന്നും പറയാനില്ല, ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇനി പറയാൻ തന്നെ നമുക്ക് തന്നെ അറിയില്ല, അത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ അതിന്റെ റിയർ ആയാലും ഒരു പ്രത്യേക ഒരു ബൾക്കി ഡിസൈനോട് കൂടി വരുന്ന വണ്ടി അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടി കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് ഇതിന്റെ സേഫ്റ്റിക്കാണ്. ഏറ്റവും ഈ കമ്പനി ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയാണ്. അതെ, തീർച്ചയായിട്ടും. സേഫ്റ്റിക്ക് സേഫ്റ്റി, പെർഫോമൻസ് കാണാൻ, ലുക്കാണെങ്കിലും എല്ലാം കൊണ്ട് ഒരു ഒത്തിണങ്ങിയ വണ്ടി. ഇന്റീരിയർ ആയാലും പക്ക ഹൈ ക്വാളിറ്റി ഇന്റീരിയർ, സീറ്റ് ആയാലും കാര്യങ്ങളൊക്കെ പക്ക ഒരു പ്രീമിയം വണ്ടി അല്ലേ? ഓക്കെ, എത്രയാണ് ഈ പ്രീമിയം വണ്ടിക്ക് ചോദിക്കണം നമ്മള്? ഇത് നമുക്ക് 56 ലക്ഷം രൂപ കൊടുക്കാം. 56 ലക്ഷം രൂപ. അന്ന് പുതിയത് ഇറങ്ങുമ്പോൾ ഏകദേശം 80 ലക്ഷത്തിന്റെ അടുത്തോളം വരുന്നു. എടുത്ത് വില വരുന്ന ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. ലോൺ ഇതിന് കിട്ടൂലേ? മാക്സിമം നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്കൊരു സുന്ദരി കുട്ടിനെ തന്നെ പരിചയപ്പെടാല്ലേ? എന്താ അതിന്റെ ഒരു ക്വാളിറ്റി അല്ലേ? ഓക്കെ, ഇത് മോഡൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് നമുക്ക് മോഡൽ വരുന്നത് 2022 മോഡലാണ്. ടൊയോട്ട. അതെ, 2022-23 രജിസ്ട്രേഷൻ വരുന്ന ടൊയോട്ടയുടെ ഐറൈഡർ ആണ്. നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു വണ്ടി. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ. സ്ട്രോങ് ഹൈബ്രിഡില് V ആണ് ഓപ്ഷൻ വരുന്നത്. ഡുവൽ ടോൺ വരുന്ന പാനോറമിക് സൺറൂഫ് വരുന്ന എല്ലാ ഫീച്ചേഴ്സ് വരുന്ന, മൈലേജും വരുന്ന ഒരു വണ്ടി. ഇതിന്റെ ഡിസൈൻ ആയാലും അലോയ് വീൽസ് ആയാലും വേറെ വെറൈറ്റി. ഗ്രാൻഡ് വിറ്റാരിനെ അപേക്ഷിച്ച് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം തോന്നുന്ന ഒരു വണ്ടി ഇതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതിന്റെ ഡിസൈൻ ഒരു വേറെ വെറൈറ്റി ടൈപ്പ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. അതല്ല, കിലോമീറ്റർ കറക്റ്റ് 26,000 ജെനുവിൻ അല്ലേ? അതെ അതെ. ഓക്കെ, ജസ്റ്റ് റീപ്ലേസ്മെന്റ് കമ്പനിയിൽ ഒന്നുമില്ല, ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ലേ? ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ഇന്റീരിയർ ആണ്. ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി. അപ്പൊ എത്രയാണ് ഈ മുതലിന് ആസ്ക് ചെയ്യണേ നമ്മള്? ഇത് നമുക്ക് 21 ലക്ഷത്തിന് കൊടുക്കാം.
21 ലക്ഷം റുപ്യ ലാസ്റ്റ് ആണോ അതോ എന്തെങ്കിലും കുറച്ച് കൊടുക്കും? ചെറിയ ലെവലിൽ നമ്മൾ കസ്റ്റമർ വരുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കൊടുക്കാം അല്ലേ? ഓക്കെ, മാക്സിമം ലോൺ ലഭിക്കും. മാക്സിമം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ട്? സൂപ്പർ എപ്പിസോഡ് അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പുള്ള റീപ്ലേസ്മെന്റ് പോലും ഇല്ലാത്ത വണ്ടികളാണ് നമ്മൾ ഈ 90% കാണിച്ചല്ലേ? ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മൾ 9% ഒരു വണ്ടിറ്റേ ഉള്ളൂ 1 ലക്ഷത്തിന് മുകളിൽ ഓടി നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ അതല്ല നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞൂടെ എല്ലാ വണ്ടിക്കും. പിന്നെ അത് മാത്രമല്ല ഈ പറഞ്ഞ പ്രൈസ് ഒന്നും ഫിക്സ്ഡ് അല്ല, നെഗോഷ്യബിൾ ആണ്. നമ്മുടെ മലയിൽ മീഡിയ പ്രേക്ഷകർ വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഈ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമുക്ക് നമ്മളെ ലോണിന്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സിവിൽ സ്കോർ ചെക്ക് ചെയ്യാൻ, പിന്നെ ഇതിൽ എത്ര ലോൺ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീൻ തന്നെ കൊടുക്കുന്നുണ്ട് ലീഡപ്പ് ലോൺ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് നമ്പർ. അതെ, സ്പെഷ്യലായിട്ട് ലോണിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. പിന്നെ അത് മാത്രമല്ല നമ്മളെ പുതിയ സ്റ്റോക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഇതിന്റെ കൂടെ കൊളാബ് ചെയ്യുന്നുണ്ട്. ലാൻഡർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾക്ക് അവിടെയും കാണാൻ സാധിക്കും. അത് മാത്രമല്ല നല്ല ഓഫർ പ്രൈസിൽ ഓരോരോ വണ്ടികൾ ഇവിടെ ഇടുന്നതായിരിക്കും. അത് അപ്പോൾ എന്താ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് അതിൻ്റെ പേയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്തോളി. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡിന് കാണുന്നവരേക്കും goodbye.